ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഈസി മെത്തേഡാണ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ്. ഇപ്പം പാപ്പു വന്നു കഴിഞ്ഞാൽ കട്ട്ലേറ്റിന് വേണ്ടി ഡെയിലി കട്ട്ലേറ്റ് വേണം. അപ്പോൾ ഇന്നലെ ഒരു ദിവസം പെൻഡിങ്ങിൽ ബീഫ് കട്ട്ലേറ്റ് തീർന്നു. അപ്പോൾ ഞാൻ ഈസിക്ക് വേണ്ടി വേഗം ചിക്കനുള്ള ഐറ്റംസ് എല്ലാം ഫ്രൈ ചെയ്തു. എന്താ ഇതിൽ ഓണിയൻ, ക്യാരറ്റ്, കൊറിയാണ്ടർ ലീഫ്, ചില്ലി, ഇഞ്ചി, ഗാർലിക്, പൂണ്ട് ഇതാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പൊട്ടാറ്റോ വേവിച്ച് വെച്ചു, അത് കാണിക്കാൻ പറ്റില്ല. ബ്രെഡ് ക്രംസ്, മുട്ട, ക്രോൺ പൗഡർ, ഓയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം ഇതിനെ ഉടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു. ഞാനൊരു 5 മിനിറ്റ്സിലാണ് ഇതെല്ലാം വെച്ചത്. ചിക്കൻ നമ്മൾ കുറച്ച് പീസ് എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 2 വിസിൽ വരുത്തി, കുക്കറിൽ 2 വിസിൽ വരുത്തിയിട്ട് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണ്ട, മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ അവനിപ്പോൾ സ്കൂൾ വിട്ട് വരും. അപ്പോൾ നമുക്കിത് എനിക്ക് ഒറ്റ കയ്യിലായതുകൊണ്ടൊന്നും ആവുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് നമ്മൾ ഈസി എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഞാൻ ഇതെല്ലാം ആക്കി നമ്മൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന, വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒന്ന് ആണ്. അപ്പോൾ ഇതിനെ വേഗം എടുത്തിട്ട് ഇച്ചിരി ഇതിലേക്ക് ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വേഗം വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, ഇച്ചിരി ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇച്ചിരി തിക്കായി വരും. ഇപ്പോൾ ഓക്കെ ഗൈസ്, കണ്ടോ നമ്മുടെ കട്ട്ലേറ്റിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫാസ്റ്റ് മെത്തേഡ്. ഇപ്പോൾ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഉണ്ടയാക്കി, ഇങ്ങനെ ഒരു ഉണ്ടയാക്കി. അപ്പോൾ നമുക്ക് ഉടഞ്ഞു പോകത്തില്ല. ഇങ്ങനെ ഒരു ഉണ്ടയാക്കിയതിന് ശേഷം ഓവൽ ഷേപ്പിൽ, എങ്ങനത്തെ ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. ഒറ്റ കയ്യിലാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതിനെ ഉടഞ്ഞു പോകരുത്, നമുക്ക് അതിൻ്റേതായ രീതിയിൽ വേണം കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുക്കാൻ പോകുന്നത് മുട്ടയിലേക്ക് മുക്കി, അതിനുശേഷം ബ്രെഡ് ക്രംസ്. ഇപ്പം ഞാനൊരു കട്ട്ലേറ്റ് എടുത്ത് കാണിച്ചു തരാം പൊരിച്ചിട്ട് എങ്ങനെയിരിക്കും കട്ട്ലേറ്റെന്ന്. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഈസി മെത്തേഡാണ് ഗൈസ്. കുട്ടികൾ പറഞ്ഞാൽ വേഗം കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഈസി മെത്തേഡ്. ഇപ്പോൾ ഞാൻ എണ്ണയിലേക്ക് ഇട്ടു. അപ്പോൾ ഞാനിതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം. നല്ല സൂപ്പർ കട്ട്ലേറ്റ് ആയിട്ട് വരും. എനിക്കാദ്യം അറിയണ്ടായില്ല കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ, ഇപ്പം ഞാൻ പഠിച്ചു. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഈ റെസിപ്പി എല്ലാം ഈസിയാണ്. ആദ്യമെല്ലാം എനിക്ക് അറിയണ്ടായില്ല. പിന്നെ എനിക്കും കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്നുള്ള വാശിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ പല യൂട്യൂബേഴ്സിലും ഞാൻ നോക്കി. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് കട്ട്ലേറ്റ് ഏതാണെന്നുള്ളത് നോക്കിയതിന് ശേഷം ഞാൻ ഇതുണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മൾ കാണിക്കാം ഇതിൻ്റെ കട്ട്ലേറ്റ് എങ്ങനെയാണ് രൂപത്തിൽ വരുന്നത്, നല്ല കളറിൽ വരുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ഇത് ഞാൻ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് ഈ കളറ്. ഇപ്പോൾ നോക്കിയ ഗൈസ്, ഇതിൻ്റെ ബേക്ക് സൈഡ് നല്ല ഫ്രൈ ആയിട്ട് വരും. കണ്ട ഗൈസ്, ഉണ്ടോ, നിങ്ങൾ കാണുന്നു? ഇതാണ് നമ്മുടെ കട്ട്ലേറ്റ്. കണ്ടോ എത്ര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നോക്കി. ഇപ്പോൾ ഞാനൊരു 5-10 മിനിറ്റ്സിലെല്ലാം റെഡി. 5 മിനിറ്റ്സ് ആയി കാണും. 5 മിനിറ്റ്സ് വേവിക്കാനും കട്ട്ലേറ്റ് വേവിക്കാനും 5 മിനിറ്റ്സ്. ഇതിന് ചിക്കൻ 3 മിനിറ്റ്സിലെ വിസിൽ വന്നു. അപ്പോൾ ഇതിനെല്ലാം കുഴച്ച് റെഡിയാക്കിയപ്പോഴത്തേക്കും 10 മിനിറ്റ്സൊന്നും വേണ്ട, 10 മിനിറ്റ്സിൻ്റെ മേലെ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കട്ട്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് കടയിലൊക്കെ പോയിട്ട് വയറുവേദന, സ്റ്റൊമക്ക് ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മളുടെ തന്നെ പ്രിപ്പയർ നല്ല ബെസ്റ്റ് കട്ട്ലേറ്റായിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ മെത്തേഡ്. ചെറിയ തീയിലെടുത്തിട്ട് അതിനെ വേവിച്ചെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, മീഡിയം ലെവലിൽ വെച്ച കട്ട്ലേറ്റ് റെഡി. അപ്പോൾ സ്കൂളിലേക്ക് ടൈമായി, അവൻ ഇപ്പോൾ വന്ന് കട്ട്ലേറ്റ് വെക്കും. അപ്പോൾ ഹറി ബെറി ഒരു ഉണ്ടാക്കിയ കട്ട്ലേറ്റാണ്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് നോക്കാം. അങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചിടാൻ പോകുന്നു ഗൈസ്. തിരിച്ചിട്ടു. നമ്മുടെ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. ഇതാണ് നമ്മുടെ കട്ട്ലേറ്റ്. നമുക്ക് സൂപ്പറായിട്ട് കട്ട്ലേറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നല്ല സൂപ്പർ കട്ട്ലേറ്റ് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ കട്ട്ലേറ്റ്. കണ്ടോ ഗൈസ്,
അത് ഞാൻ ഒറ്റ കയ്യിൽ ചെയ്തത് കൊണ്ട് സെൻറ്റർ കണ്ട ഒരു വൈറ്റ് വന്നത്, അല്ലെങ്കിൽ സൂപ്പറായിരിക്കും നമ്മുടെ കട്ട്ലേറ്റ്. ഓക്കെ, ചെറിയ തീയിൽ വെച്ചിട്ട് നിങ്ങൾ സാവധാനം എടുക്കുക. കാരണം ഞാനിപ്പോൾ ഇത് പാപ്പ് വരുമ്പോഴത്തേക്കും വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് എണ്ണ അതിൽ തന്നെ വെച്ച് കളഞ്ഞെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡി. എന്താ 10 മിനിറ്റ്സിൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നേച്ചർ ക്യാരറ്റും വെജിറ്റബിൾസൊക്കെ ഇടാം. പിന്നെ ബ്രോക്കോളി നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി. എന്താ ഗൈസ്, നമ്മുടെ കട്ട്ലേറ്റിൽ എങ്ങനെ ഉണ്ട് നിങ്ങൾ തന്നെ നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. കണ്ടോ നമ്മുടെ കട്ട്ലേറ്റ്. ഓക്കെ, ബൈ. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ കട്ട്ലേറ്റും ചെയ്യാൻ പോവാണ്. എല്ലാം ചെയ്യാൻ പോവാണ്. നമുക്ക് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ ഇച്ചിരി ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഒന്നും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടാൽ നമ്മുടെ കട്ട്ലേറ്റ് നല്ല രൂപത്തിലായിട്ട് വരും. എന്താ ഗൈസ്, അപ്പോൾ ഞാൻ എല്ലാം ഒറ്റക്കൈ കൊണ്ട് ചെയ്യുന്നത്. എനിക്ക് ക്യാമറ പിടിക്കാൻ ആരില്ല. അപ്പം ഇത് നമ്മൾ ഒറ്റക്കൈയിൽ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് ഈ സെൻറ്റർ വന്നിട്ട് ഒന്ന് പിടിക്കാനാവത്തില്ല. ഞാൻ ഒറ്റക്കൈയിൽ ചെയ്യാറില്ല. ഞാൻ ഒറ്റക്കൈയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറ്റക്കൈയിൽ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം തിരിച്ച് വെച്ച് എല്ലാം മുക്കിയതിന് ശേഷം എല്ലാം റെഡിയാക്കിയതിന് ശേഷമേ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ കുറച്ച് എണ്ണ മതി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ ഓരോ റൗണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ ചൂടോടെ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് കട്ട്ലേറ്റ് നമ്മുടെ ഹോം മെയ്ഡ് കട്ട്ലേറ്റ് തന്നെയാണ്. കടയിൽ എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ പീസ് അവിടെയും ഇവിടെയും കുറച്ചിരിക്കും, ധാരാളമായിട്ടിരിക്കത്തില്ല. അവിടെ ഇവിടെ ഇച്ചിരി പീസ് ഇരിക്കും. ആ പീസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഇച്ചിരി ടേസ്റ്റ് ഇരിക്കും. അതാണ് നമ്മുടെ കടയിലെ കട്ട്ലേറ്റ്. അവരെന്ന് പറഞ്ഞാൽ സെയിലിന് വെക്കുന്ന, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, സെയിലിന് വെക്കുന്നതാണ്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ റെസിപ്പി ഞാൻ ശരിക്കും വേണമെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ കട്ട്ലേറ്റ് പുറത്ത് തിന്നിട്ട് ഒത്തിരി കൊതി ഉണ്ടായി എനിക്ക്. അപ്പോൾ നമ്മൾ വീട്ടിൽ എനിക്ക് ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് എന്തറിയാം, കട്ട്ലേറ്റ് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ അറിയാം ഗൈസ്. അപ്പോൾ നമ്മുടെ മെറ്റേ കട്ട്ലേറ്റിനെ നമ്മൾ തിരിച്ചിടാം. അപ്പോൾ ഏകദേശം അത് ആയിട്ടാണ്. കണ്ടോ, നിങ്ങൾ തന്നെ പറയൂ എൻ്റെ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ ഗൈസ്, അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ കട്ട്ലേറ്റും ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് ടൈമില്ല, 2:40 3 o'clock ആവാനായി. അപ്പം നമ്മൾ സഡന്ന കട്ട്ലേറ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഇതുണ്ടാക്കി ഗൈസ്, എന്താ പറഞ്ഞാൽ ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ പാപ്പുവിന് മുട്ടയുണ്ട്, ദൊണ്ണ ബിരിയാണി മുട്ടയുണ്ട്. അപ്പം പാപ്പ എന്തായാലും വന്നിട്ട് മുട്ട ചോദിക്കുകയായിരുന്നു. ആദ്യമൊക്കെ മുട്ട ചോദിച്ചുകൊണ്ടുണ്ടായി. ഇപ്പം എന്താ പറയുന്നത്, എപ്പോഴും ഇത് വേണം കട്ട്ലേറ്റ്, അല്ലെങ്കിൽ ഒരു കൂക്കി വിളിയാണ് വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കൂക്കി വിളിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇതിനെ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കൂക്കി വിളി അവസാനിക്കും. അതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ, എനിക്ക് ഒറ്റക്കൈയിൽ ചെയ്യുന്നതും കൊണ്ട് എൻ്റെ മൊബൈലൊക്കെ നാശമാവുന്നുണ്ട്. കണ്ടോ ഗൈസ്, എന്താ നമ്മുടെ കട്ട്ലേറ്റ്, വീട്ടിലെ കട്ട്ലേറ്റ് തീ കമ്മിയാക്കി വെക്കണം കേട്ടോ, എന്നെങ്കിൽ മാത്രമേ കട്ട്ലേറ്റ് റെഡി ആയിട്ട് വരത്തുള്ളൂ. തീ എപ്പോഴും കമ്മിയായിട്ട് വെക്കണം. അപ്പോൾ എനിക്ക് ഒറ്റക്കൈയിലായത് കൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഷേപ്പൊക്കെ വരണമെങ്കിൽ നമ്മൾ 2 കൈയിലും ചെയ്യണം. ഉണ്ടോ ഗൈസ്, നല്ല വലിയ, ഞാൻ കട്ട്ലേറ്റ് സെയിൽ ചെയ്തോന്ന് ഒരു എന്താണ് പറയുന്നത്, ഒരാൾക്ക് കട്ട്ലേറ്റ് വേണം പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഒന്നും കൂടെ നമ്മൾക്ക് എടുക്കാം. ആയിട്ടില്ല, ഒന്നും കൂടെ ആവാണ്ട് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് ഞാൻ കാണിച്ചു തരാം. റൈസ് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ റൈസാണ് നല്ല സൂപ്പർ. എന്ത് റൈസ് അറിയാം, പലാവല്ല, ദൊണ്ണയാണിത്. കണ്ടോ ഗൈസ്, ദൊണ്ണ. ഇത് ഇങ്ങനെ കാണുന്നതാണ് ബിരിയാണി പോലെ. ഇത് ഒന്നും കൂടെ നല്ല ഗ്രീൻ കളർ റൈസാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് അടച്ചിട്ട് നല്ല മണം. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ കട്ട്ലേറ്റ്. ഓക്കെ,
ഗൈസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് വേണ്ടത്. പുറത്ത് കൊണ്ടുപോയിട്ട് ഓരോന്നും മേടിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒന്നും വരാതെ സൂക്ഷിക്കാം. നമുക്ക് പാപ്പുവിന് വീട്ടിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ പറഞ്ഞാൽ എനിക്ക് സ്റ്റൊമക്ക് ഇൻഫെക്ഷനൊക്കെ വേഗം വരും നമ്മുടെ പാപ്പുവിന്. അപ്പോൾ നമ്മുടെ പാപ്പുവിന് കണ്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ട്രൈ ചെയ്യാമല്ലേ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, എല്ലാവർക്കും കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇതാണ്. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ 2 കയ്യിൽ ചെയ്യണം. നമ്മുടെ ജാസ്തി തീ കത്തിക്കത് കരിഞ്ഞു പോകും. മീഡിയം സൈസിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലേറ്റ്. ഞാൻ ഈ 4 എൻ്റെ മൊബൈൽ ഫുള്ള് നാശമായി. എന്താ പറയുന്നത്, ഒറ്റ കയ്യിൽ പിടിച്ചിട്ട്. അപ്പോൾ ഈ 4 എടുത്തതിന് ശേഷം നമ്മുടെ എന്താ കട്ട്ലേറ്റ് കണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇതാണ്, സൂപ്പർ കട്ട്ലേറ്റ്. ഓക്കെ, അപ്പം ഇത് മറിച്ചിട്ടതിന് ശേഷം ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റുന്നതാണ്. എണ്ണ എടുത്ത് ഇതാക്കിയതിന് ശേഷം നമ്മുടെ കട്ട്ലേറ്റിനെ നമ്മളെടുത്ത് ഇങ്ങോട്ട് മാറ്റി. ഇതാണ് നമ്മുടെ സൂപ്പർ കട്ട്ലേറ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടയിലെല്ലാം പോയാൽ നമുക്ക് കിട്ടത്തേ ഇല്ല. നമ്മൾ തന്നെ നമുക്ക് ട്രൈ ചെയ്യുക നമ്മുടെ കട്ട്ലേറ്റ്. എല്ലാ രീതിയിലുള്ള കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് ഒരു കൈ കൊണ്ടായിട്ട് ആവുന്നില്ല ഗൈസ്, മറിഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ കൂട്ട് റെഡിയാക്കിയ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം, നിങ്ങൾ അതുപോലെ ചെയ്തോളൂ. ഇതാണ് നമ്മുടെ കട്ട്ലേറ്റ്. കണ്ടോ ഗൈസ്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യണേ. നെക്സ്റ്റ് എനിക്ക് ഇച്ചിരി കൂടി ഉണ്ടാക്കാനുണ്ട്, ബാലൻസ് ഉണ്ട്. എനിക്ക് ഒരു കയ്യിൽ ആവുന്നില്ല. അപ്പോൾ ബൈ.